Hi, Namaste, welcome back viewers, welcome back to my channel Vintada. ഇൻട്രാഡേ ട്രേഡിംഗ് മാത്രമല്ല സ്കാൽപ്പിംഗ് സ്വിംഗ് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ് വിൻറ്റയുടെ സപ്പോർട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സ്വിംഗ് ട്രേഡിങ്ങിലെ പോലെ തന്നെ നമ്മുടെ ഇൻട്രാഡേ ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എൻട്രിയും എക്സിറ്റും ഫേക്ക് റിവേഴ്സലും എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അശോക് ലേലാൻഡിൻ്റെ പെർഫോമൻസ് ഉണ്ട്. അശോക് ലേലാൻഡ് 4 hours നമ്മുടെ സോഫ്റ്റ്, അതായത് ലോങ് ടേം പൊസിഷനിലേക്ക് നമ്മൾ എടുക്കുന്നവർക്ക് എങ്ങനെ നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് സിഗ്നൽ സക്സസ്ഫുൾ ആക്കാം, ട്രേഡ് എടുക്കാം, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻട്രാ ട്രേഡിംഗ് റിലയൻസിൽ വന്ന പെർഫോമൻസ് ആണ്. ഗ്യാപ്പിൽ ഓപ്പൺ ആയ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ട്രേഡ് എടുത്തത് എങ്ങനെ, സ്ട്രോങ് ബ്രേക്ക്ഔട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. അതേപോലെ ഇന്നത്തെ ഓപ്ഷൻ ട്രേഡേഴ്സിനൊക്കെ നല്ല റിട്ടേൺസ് കിട്ടിയ ദിവസമാണ്. മോർണിംഗിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ബൈ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണ്. നല്ല റിട്ടേൺസ് ആയിരുന്നു. നമുക്ക് മാർക്കറ്റ് കയറിയ ശേഷം കണ്ടിന്യൂ പോയ മാർക്കറ്റായിരുന്നു. മാർക്കറ്റ് നമുക്ക് ബൈ ട്രേഡ് കിട്ടി, നമുക്ക് മാർക്കറ്റ് തിരിച്ച് രാവിലെ ഒരു കയറ്റം കയറി തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി പിന്നെയും കയറുമായിരുന്നു. അവിടെ ബൈ തന്നെ നമ്മുടെ സോഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സെല്ലില്ല, തിരിച്ച് കയറും എന്നുള്ള ഇൻഡിക്കേഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർ ബ്രേക്ക്ഔട്ടും റെസിസ്റ്റൻസ് സ്ട്രോങ് കട്ട് ചെയ്ത ലെവലും നമുക്ക് 2-3 പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് നമ്മുടെ സോഫ്റ്റ് അവിടെ ഇൻഡിക്കേഷൻ കറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് വേർഷൻ്റെ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ നിഫ്റ്റിയുടെ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ലാസ്റ്റ് വന്നിരിക്കുന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ആണ്. അത് നമുക്ക് തന്നിരിക്കുന്ന 3 മണിക്ക് ശേഷമാണ്. അതിൻ്റെ എൻട്രി പോയിന്റും ഉണ്ട്, ടാർഗറ്റും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് റിലയൻസിൻ്റെ ആണെങ്കിലും ഇന്ന് രാവിലെ ഒരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് 3 മണിക്ക് ശേഷം ഒരു സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടി. അപ്പോൾ ഇതിനകത്ത് ആ ഇൻഡിക്കേഷൻ തരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽസ് മുകളിൽ ഉണ്ടാവും, എൻട്രി പോയിന്റ്, ടാർഗറ്റും അലേർട്ട് മെസ്സേജും കിട്ടും. അപ്പോൾ ഇതിൽ ടാർഗറ്റ് 3 ഉണ്ടാവും. പക്ഷേ ഇത് കൺഫേം ആകണം. താഴത്തെ ബാറ് ഗ്രീൻ ആയ നമുക്ക് സെല്ല് വരുന്ന സമയത്ത് റെഡ് തന്നെ വരണം. റെഡ് മാച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് ഗ്യാപ്പായിരുന്നു. ഗ്യാപ്പിൽ നമുക്ക് കയറി ഓപ്പൺ ആയി അവിടെ കൺഫേം ആയെങ്കിലും അവിടുന്ന് നമുക്ക് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്താലേ എടുക്കാവൂ. ഇവിടുന്ന് ഒരു കയറി ഓപ്പൺ ആയി തിരിച്ചൊരു റിട്രേസ്മെൻറ്റ്, ഒരു ഇറക്കം വന്ന് തിരിച്ച് ഇവിടുന്നാണ് ഒരു ബ്രേക്ക് പോയിരിക്കുന്നത്. ഇവിടെയാണ് സ്ട്രോങ് ബ്രേക്ക് തന്നത്, അവിടെ നമുക്ക് എടുക്കാവുന്ന. അവിടുന്ന് 1559 ഇന്ന് മാർക്കറ്റ് കയറിപ്പോയി. നമുക്ക് മാർക്കറ്റ് സെല്ല് ഇറങ്ങുന്ന സമയത്ത് 3 മണി വരെ അപ് ട്രെൻഡ് ആയിരുന്നു. 81 വരെ പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു, നല്ല ഹ്യൂജ് റിട്ടേൺസ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെല്ല് ലാസ്റ്റ് നമുക്ക് വന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ കൺഫേംഡ് അല്ല. അവിടെ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ സെല്ല് എടുക്കാറായിട്ടില്ല. താഴെ ഗ്രീൻ തന്നെയാണ്. അവിടെ ചെറിയ ഒരു ഡൗൺ സൈഡ് നടന്നിട്ടുള്ളൂ. അവിടെ പ്രോപ്പർ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ആണ് നമുക്ക് റെഡ്, അതായത് സിഗ്നൽ കൺഫർമേഷൻ ലെവൽസ് കറക്റ്റ് ലെവലിൽ വരും, എന്നാലേ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാവും. അതേപോലെ തന്നെ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ നമുക്ക് വെക്കേണ്ട ടൈം ഫ്രെയിം, നമുക്ക് ടൈം ഫ്രെയിം 1 hour, 4 hour, അതേപോലെ 30 minutes. ഒരാഴ്ച, ഒരു മാസം വരെ, 1 മാസത്തിന് മേളിൽ ഹോൾഡ് ചെയ്യാനായിട്ട് 4 hour യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഈ 3 ടൈം ഫ്രെയിംസ് നമുക്ക് പൊസിഷണൽ സ്ട്രാറ്റജിയിലേക്ക് യൂസ് ചെയ്യാം. അതേപോലെ 1 minute സ്കാൽപ്പിംഗ്, അത് നമ്മൾ ഓപ്ഷൻസിന് മാത്രം, അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിലേക്ക് എടുക്കുക. സ്റ്റോക്കിൽ വെക്കുമ്പോൾ 5 minutes മാത്രം വെച്ചാൽ മതി. ഇപ്പം റിലയൻസ്, അതുപോലെ സ്റ്റോക്കിൽ ബജാജ് ഓട്ടോയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻട്രാഡേ സെറ്റ് ചെയ്യുന്ന 5 minutes. ഇപ്പോൾ ബജാജ് ഓട്ടോയുടെ ഞാനിപ്പം വീക്ക്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 30 minutes. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് വന്ന സിഗ്നൽ വെച്ച് നമുക്ക് 30th കിട്ടിയ സിഗ്നലിൽ നിന്ന് നമുക്ക് നോക്കും, ഇപ്പോഴും ബൈ ഹോൾഡിംഗ് ആണ്. 201 പോയിന്റോളം കയറി നിൽക്കുകയാണ്. 4192 കിട്ടിയ സിഗ്നലാണ്. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽ വരുമ്പോൾ കൺഫേം ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സിഗ്നൽ വന്നപ്പോൾ താഴെ ഓൾറെഡി ഗ്രീൻ ഉണ്ടായിരുന്നു. അവിടുന്ന് രണ്ടാമത്തെ ക്യാനിൽ ട്രേഡ് എടുത്തു. അവിടുന്ന് മാർക്കറ്റ് നേരെ കയറി. നമുക്കിപ്പോഴും ബൈ ഹോൾഡിംഗ് ആണ്. ലാസ്റ്റ് ക്ലോസിംഗ് ലെവലിലേക്ക് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങി, പക്ഷേ ഡൗൺ സൈഡിൽ സ്ട്രോങ് തന്നിട്ടില്ല. തിരിച്ച് അവിടെ ബൈ തന്നെ ഹോൾഡ് ചെയ്യാൻ അവിടെ ഇപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് അവിടെ ട്രേഡ് ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ 1 minute മാത്രമേ ഒരു ചെറിയൊരു സൈഡ് വേസിലേക്ക് കാണിച്ചിട്ടുള്ളൂ. തിരിച്ച് കയറാൻ സാധ്യത അവിടെ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ട്രേഡ് വേണമെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുത്താൽ മതി. സ്വിംഗ് ട്രേഡിംഗ് ഒക്കെയാണ് നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യും. ഇൻട്രാഡേക്കാണ് അവിടെ തിരിഞ്ഞ് മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വേണം എക്സിറ്റ് അടിക്കുക. അവിടെ സോഫ്റ്റ് എക്സ്ട്രാ കളർ സൈഡ് വേസ് തരും, താഴത്തെ ബാറ് മാറും, ട്രെൻഡ് ചേഞ്ച് ആവും. നമുക്ക് പല സിറ്റുവേഷൻ നമുക്ക് എക്സിറ്റ് ലെവലിൽ നമുക്ക് സോഫ്റ്റ് മെസ്സേജ് അലേർട്ട് വരെ നമുക്ക് തരാറുണ്ട്. ക്രോസ് ഡൗൺ, ക്രോസ് അപ്പ്, നമുക്ക് അതേപോലെ മെസ്സേജ് അലേർട്ട്, സോഫ്റ്റ് റിവേഴ്സ് പോകുന്നതിൻ്റെ ലെവലിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇതേപോലെ അശോക് ലേലാൻഡ് നോക്കുകയാണെങ്കിൽ 4 hourന്റെ 27:10 വന്ന സിഗ്നൽ ഇപ്പോഴും കണ്ടിന്യൂ ആണ്. 139 എടുത്തതാണ്. 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 3940 പോയിന്റ്സിൽ അപ് ട്രെൻഡ് കയറി നിൽക്കണം. ഇപ്പോൾ 170 നല്ല റിട്ടേൺസ് ആയിരുന്നു. ഇപ്പോഴും മാർക്കറ്റ് കയറുന്നു. നമ്മളെ ട്രേഡ് നമുക്ക് ആക്ച്വലി ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ശേഷം പിന്നെയും കയറുവാണെങ്കിൽ നമുക്ക് റീ എൻട്രി ലെവൽ സോഫ്റ്റ് ഇവിടെ തരും. അപ്പോൾ ഈ കോളർ റീ എൻട്രി നമുക്ക് നോക്കി നമുക്ക് എടുത്താലും ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഈ സ്ട്രാറ്റജി ലൈവിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.